ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. ഒരു ഡിസൈനർ എന്ന നിലയിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുക, കാണുക, മനസ്സിലാക്കുക, അത് നിങ്ങളുടെ ഡിസൈനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഒരു വെബ്സൈറ്റോ ഒരു മൊബൈൽ ആപ്ലിക്കേഷനോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2-3 രീതിയിൽ ഇത്തരം പ്രോജക്റ്റുകൾ നമുക്ക് ഡിസൈൻ ചെയ്യാം. അതിൽ ഒന്ന് എന്ന് പറയുന്നത് വളരെ ലോ ക്ലാസ് ലെവലിൽ, ഒന്ന് എന്ന് പറയുന്നത് കുറച്ചൊരു മീഡിയം ലെവലിൽ, ഒരെണ്ണം എന്ന് പറയുന്നത് വളരെ ഇൻ്റർനാഷണൽ ഹൈ ലെവൽ സ്റ്റാൻഡേർഡിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോ ക്ലാസ് ലെവലിൽ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതെങ്കിലും ഒരു പ്രോജക്ട്സ് ഏതെങ്കിലും ഒരു ക്ലയൻറ്റിൽ നിന്ന് കിട്ടുന്നു, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറച്ച് ഫോട്ടോസുകൾ എവിടെ നിന്നെങ്കിലും ഫ്രീ സൈറ്റിൽ നിന്നോ മറ്റോ ഒക്കെ എടുക്കുന്നു, മറ്റ് ഫ്രീ പിക്കുന്നോ മറ്റോ എന്തെങ്കിലും ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ അങ്ങോട്ട് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഫോണ്ടൊക്കെ അങ്ങോട്ട് യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെയെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ മാത്രം ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഔട്ട്ലുക്കിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ഡിസൈൻ അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്നു. അത് കാണുന്നു, കസ്റ്റമർ ഓക്കെ ആകുന്നു, അതിനുശേഷം ആ പ്രോജക്റ്റ് നമുക്ക് കിട്ടുന്നു. ഓക്കെ, അടുത്തൊരു ലെവൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പ്രോജക്റ്റുകൾ തന്നെ കുറച്ചും കൂടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് രീതിയിൽ അതിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് റിസർച്ചൊക്കെ ചെയ്ത് ചെറിയ രീതിയിലൊക്കെ ആ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി അതിനാവശ്യമായിട്ടുള്ള ചില കളേഴ്സുകളും കാര്യങ്ങളൊക്കെ എടുത്ത് ഒപ്പിച്ച് നമ്മൾ അതിന് വേണ്ടി കുറച്ച് മെനക്കെട്ടുകൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു രീതി. ഇനി ഇതുമല്ലാതെ ഒരു ഹൈ ലെവൽ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ഓരോ പ്രോജക്റ്റുകളും നമ്മൾ ഏതൊരു കമ്പനിക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് ആ കമ്പനിയുടെ ബ്രാൻഡിങ് ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി അതിലെ ഓരോ പോയിൻറ്റുകളും ഓരോ ഡിസൈൻ എലമെൻറ്റുകളും പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഡിസൈൻ ചെയ്യുന്നൊരു രീതി. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ പല രീതിയിൽ നമ്മുടെ മാർക്കറ്റിൽ ഡിസൈനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾ ഏത് ലെവലിൽ നിൽക്കുന്നവരായിക്കോട്ടെ, ഏതൊരു സ്റ്റാൻഡേർഡിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ഇത്തരത്തിൽ ബ്രാൻഡ് ഗൈഡ് ലൈൻസിനെ മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് ആ കമ്പനിയെ പഠിച്ചുകൊണ്ട് ആ ഒരു ബ്രാൻഡിന് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നമ്മുടെ മനോഭാവം അഥവാ ഒരു ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരുപാട് കമ്പനികൾ, ഒരു വലിയ ബിഗ് ഷോട്ട് കമ്പനികളുടെയൊക്കെ നിങ്ങൾക്ക് ഇന്ന് അവരുടെ ഒരു ബ്രാൻഡിങ് ഗൈഡ് ലൈൻസുകൾ ഇന്ന് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഒരുപാട് നമുക്ക് ഇൻ്റർനെറ്റിലൂടെ നമുക്ക് റെഫറൻസ് കിട്ടും. എല്ലാ ബിഗ് ഷോട്ട് കമ്പനികൾ എടുത്ത് നോക്കിയാലും അവർക്ക് ബ്രാൻഡിങ് ഗൈഡ് ലൈൻസുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇന്ന് പല കമ്പനികളും അവരുടെ ഡിസൈൻസുകളെല്ലാം തന്നെ ഒരു ഡിസൈൻ സിസ്റ്റമാക്കി തന്നെയാണ് പല ഏജൻസികൾക്കും കൊടുക്കുന്നതും. അത് വെച്ചാണ് പല ഏജൻസികളും ഇന്ന് ഡിസൈൻ ചെയ്യുന്നതും ഒക്കെ തന്നെ. അപ്പോൾ ഇത്തരത്തിലുള്ള അഡ്വാൻസ് ആയിട്ടുള്ള ലെവലിൽ നമ്മൾ നിൽക്കുമ്പോഴും പഴയ രീതിയിലുള്ള പരമ്പരാഗതമായ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും എലമെൻസുകൾ അവിടെ നിന്നും ഇവിടെ നിന്നും വാരിയിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു ടെൻഡൻസി നമുക്ക് മാറ്റിയെടുത്ത് കുറച്ചൊരു ഹൈ ലെവലിലേക്ക് നമുക്ക് ചിന്തിക്കാനും ഒരു ഹൈ ലെവലിലേക്ക് മാറാനും ഒക്കെ നമുക്കും ഒന്ന് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് ബ്രാൻഡിങ് ഗൈഡ് ലൈൻസുകളുണ്ട്. ഒരുപാട് വലിയ ബിഗ് ഷോട്ട് കമ്പനികൾക്ക് ഇത്തരത്തിലുള്ള ബ്രാൻഡിങ് ഗൈഡ് ലൈൻസുകൾ കൊണ്ട് വർക്ക് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക് ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള പ്രോജക്ട്സുകളൊന്നും തന്നെ നമുക്ക് തുറന്ന് ഇതുപോലെ ഒരു പബ്ലിക് മീഡിയയിലൂടെ പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് തന്നെ പറയുന്നില്ല. എന്നിരുന്നാലും നമുക്കൊരു ഹൈ ലെവൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഡിസൈൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ബ്രാൻഡിങ് ഗൈഡ് ലൈൻസ് നമുക്ക് മനസ്സിലാക്കി പഠിച്ച് അത് ചെയ്യേണ്ടുന്ന ആവശ്യകത നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു 2 കമ്പനികളുടെ ഒരു ബ്രാൻഡിങ് ഗൈഡ് ലൈൻസിൻ്റെ ലിങ്ക് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിലൊരെണ്ണമാണ് വളരെ ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡിങ്, എനിക്ക് ഓഡി എന്ന് പറയുന്ന നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന കാർ കമ്പനിയുടെ ഒരു ബ്രാൻഡിങ് ഇതാണ് ഇപ്പോൾ തൽക്കാലം ആദ്യം എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന വാൾമാർട്ട് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതിലൂടെ നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഡിസൈൻ പ്രോജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ കമ്പനി, നിങ്ങൾ പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനി, അത് ചെറിയ കമ്പനി ആയാലും മീഡിയം കമ്പനി ആയാലും വലിയ കമ്പനി ആയാലും ഒക്കെ തന്നെ അവർക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡിങ് ഗൈഡ് ലൈൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും ചോദിച്ച് നിങ്ങളുടെ പ്രോജക്റ്റ് മാനേജറുടെ അടുത്തും മറ്റും ചോദിച്ച് മനസ്സിലാക്കി അത് ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് വേണം നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ. ഓക്കെ, അതല്ല അവർക്കൊരു ബ്രാൻഡിങ് ഗൈഡ് ലൈൻസ് ഇല്ല, ഒരു മീഡിയം ലെവലിലുള്ള കമ്പനിയാണ്, അല്ലെങ്കിൽ അവർ ഇതുപോലെ ബ്രാൻഡിങ്ങിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ലാത്ത കമ്പനിയാണെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്തുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ അവരുടെ ബ്രാൻഡിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു ലോഗോയും അവർക്കൊരു ടൈപ്പോഗ്രാഫിയും ഒരു കളർ കോമ്പിനേഷനും എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ബ്രാൻഡിങ് ചെയ്യുന്നത് എക്സ്ട്രീംലി ബ്രാൻഡിങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കുറേ ഡിസൈൻ വിഭാഗക്കാരാണ്. പല യൂസർ ഇൻ്റർഫേസോ അല്ലെങ്കിൽ യൂസർ എക്സ്പീരിയൻസോ ചെയ്യുന്നവർക്ക് ഇതിൽ വലിയൊരു ടച്ച് ഉണ്ടാകണമെന്നില്ല ബ്രാൻഡിങ്ങിൻ്റെ കാര്യത്തിൽ. അത് വലിയ വൻകിട ബ്രാൻഡിങ് ഏജൻസികളിൽ കൊടുത്ത്
കൊടുത്തായിരിക്കും പല ആൾക്കാരും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കഴിവതും ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കിട്ടിയാൽ വളരെ നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കുള്ള മാക്സിമം എഫേർട്ട് എടുത്തുകൊണ്ട് അവർക്ക് നല്ലൊരു അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു ബ്രാൻഡിങ്, ഒരു എലമെൻറ്റ്സ് നമ്മൾ ആദ്യം കുറച്ച് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടേ നമ്മളൊരു ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാവൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റും നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ കമ്പനി, നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പേയ്മെൻറ്റ്, ഇതെല്ലാം നിങ്ങളുടെ ആ ഡിസൈൻ ക്വാളിറ്റിയെ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. വളരെ ചെറിയ രീതിയിൽ മാത്രം ചെയ്യുന്നവരാണ് വളരെ പെട്ടെന്ന് ഇഷ്ടമുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ എടുത്തു വെച്ച് വളരെ പെട്ടെന്ന് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് കുറച്ച് പ്രോജക്റ്റുകൾ ഇങ്ങനെ ചെയ്ത് തള്ളുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും നമുക്ക് തീർച്ചയായിട്ടും ആ ലെവലിൽ നിന്നാൽ പോരാ, അടുത്ത ലെവലിലേക്ക് മാറേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ മാറി മുമ്പോട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കമ്പനികളുടെ ബ്രാൻഡിങ് ഗൈഡ്ലൈൻസിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അതിനുശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസൈൻ ചെയ്ത് ശീലിക്കണം. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് ചെറിയ രീതിയിൽ ബ്രാൻഡിങ് ഇല്ലാത്ത ഡിസൈനുകളെ തൽക്കാലം ഇപ്പോൾ മറക്കാം. അതിനുശേഷം നമുക്ക് ബ്രാൻഡിങ് ഗൈഡ്ലൈൻസ് ഒക്കെ ഉള്ള ഒരു വൻകിട ബ്രാൻഡിന് വേണ്ടി ഡിസൈൻ ചെയ്യുമ്പോൾ ഓർക്കേണ്ടുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ എനിവേ ഞാനിവിടെ ഇപ്പോൾ തൽക്കാലം ഓഡിയോയുടെ ഒരു ബ്രാൻഡിങ് ഗൈഡ്ലൈൻസ് പേജ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ വന്നാൽ തന്നെ നിങ്ങൾക്കറിയാം, ഇവിടെ ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി എന്ന് പറയുന്നത്. ആ ഒരു പ്രോജക്റ്റ് നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ ആ ബ്രാൻഡ് എന്താണ്, അവരുടെ ലോഗോസുകളായിരുന്നാലും മറ്റ് കളേഴ്സുകളായിരുന്നാലും ഇമേജുകളായിരുന്നാലും ഒക്കെ തന്നെ എന്തിനെയൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യാൻ പോകുന്ന എന്ത് ലെവൽ ഓഫ് ഒരു ബ്രാൻഡാണ്, ആ ബ്രാൻഡ് അവരെന്താണ് ആ ഒരു ബ്രാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ആദ്യം കൊണ്ട് വായിച്ച് മനസ്സിലാക്കി പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ബ്രാൻഡ് അപ്പിയറൻസിൻ്റെ കാര്യത്തിലേക്ക് പോയിരുന്നാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഇതിലേക്ക് വന്ന് ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ ലിങ്കുകൾ കാണാം. അതിൻ്റെ ഒരു അപ്പിയറൻസ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരെന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്, അവരെന്തൊക്കെയാണ് ആ ബ്രാൻഡിലൂടെ ജനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ ഉള്ളത് അവരാദ്യം തന്നെ അതിനെക്കുറിച്ച് നല്ല ഒരു ബേസിക് തരും. ഓക്കെ, അത്തരത്തിലുള്ള കുറേ നല്ല ബേസിക് കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ലെഫ്റ്റ് സൈഡിൽ വന്ന് ഈ ഒരു ബ്രാൻഡിങ്ങിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിപ്പോൾ ഈ ഓഡി എന്ന ബ്രാൻഡിൽ റിങ്സ് എന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് സെക്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം, ആ കാണുന്ന ലോഗോയിൽ ആ റിങ്സ് ഓരോന്നും എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, അതിനെന്തൊക്കെയാണ് അവർ ശ്രദ്ധിച്ചിരിക്കുന്നത്, അതിനുപയോഗിച്ചിരിക്കുന്ന ഫോണ്ടുകളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതിൻ്റെ ലോഗോസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരിവിടെ തന്നെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ തന്നിരിക്കുന്ന കാര്യങ്ങളെ ആദ്യം തന്നെ നിങ്ങൾ നോക്കി പഠിച്ച് മനസ്സിലാക്കേണ്ടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇത് കണ്ട് മനസ്സിലാക്കി പഠിച്ചിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ബ്രാൻഡിന് വേണ്ടി ഡിസൈൻ ചെയ്യാൻ കഴിയൂ. ഇതിനെ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ ഇതിൻ്റെ കളറും ഇതിൻ്റെ ഒരു ഫീലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈനിൽ കൊണ്ടുവരാൻ കഴിയൂ. അങ്ങനെ ഈ ബ്രാൻഡിനെ കുറിച്ച് ഒരുപാട് വായിച്ചും കണ്ടും പഠിക്കുക എന്നുള്ളതാണ് ഒരു ഡിസൈനർ ആദ്യം ചെയ്യേണ്ടുന്ന ജോലി. ഓക്കെ, അപ്പോൾ അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബ്രാൻഡ് ക്ലെയിംസുകളായിരുന്നാലും അതിന് തന്നെ ഡിസൈനിന് ആവശ്യമായിട്ടുള്ള കളേഴ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ കളർ എന്ന് പറഞ്ഞൊരു പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പോൾ ആ കളറുകളൊക്കെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിൻ്റെ പെർസെൻറ്റേജും മറ്റുമൊക്കെ പഠിക്കാൻ പറ്റും. അതിൽ പ്രൈമറി കളർ ഏതാണ്, ആ ഓരോ കളറുകളുടെയും ഹെക്സ് കോഡ്, അതിൻ്റെ RGB കോഡ്, CMYK കോഡ് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. ഇതെല്ലാം ആദ്യം കണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള കളറുകൾ, അതിൻ്റെ ഗ്രേ, അതിൻ്റെ ബ്ലാക്ക്, അതിൻ്റെ സെക്കൻഡറി പാലറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യം തന്നെ നോക്കുക, കാണുക, മനസ്സിലാക്കുക, പഠിക്കുക. ആ ബ്രാൻഡിലേക്ക് നമ്മളങ്ങോട്ട് ഇറങ്ങി ചെല്ലുക എന്നുള്ളതായിരിക്കണം ഒരു ഡിസൈനറുടെ ജോലി. അതുപോലെ തന്നെ ടൈപ്പോഗ്രാഫി നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവർ ടൈപ്പോഗ്രാഫിയിൽ ഏതൊക്കെയാണ് ഫോണ്ടുകൾ കൊടുത്തിരിക്കുന്നത്, ആ ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. അതിൽ തന്നെ ലൈറ്റ് ആയിട്ടുള്ളതും ബോൾഡ് ആയിട്ടുള്ളതൊക്കെ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, എവിടെയൊക്കെ ഉപയോഗിക്കാം, എവിടെയൊക്കെ ഉപയോഗിച്ച് കൂടാ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബ്രാൻഡ് ഗൈഡ്ലൈൻസിൽ അവർ തരും എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്. ഒരിക്കലും ഈ തന്നിരിക്കുന്ന എലമെൻറ്റ്സുകൾ ഈ രീതിയിലല്ലാതെ മറ്റ് സ്വന്തമായ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള റൈറ്റ് ഇല്ല എന്നുള്ള ഒരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഏതെങ്കിലും ഒരു ഡിസൈൻ എലമെൻറ്റ്, ഈവൻ അതിലൊരു ചെറിയ ഒരു ആരോ കൊടുത്തിരുന്നാൽ പോലും, അല്ലെങ്കിൽ ഒരു ഡോട്ട് കൊടുത്തിരുന്നാൽ പോലും, ആ ഡോട്ട് പോലും അവർ പറയുന്നത് പ്രകാരം മാത്രമേ, അവരുടെ ബ്രാൻഡിങ്ങിന് അനുയോജ്യമായ രീതിയിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ എന്നുള്ളൊരു വലിയ കാര്യം നമ്മൾ പലരും മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ചും ചെറിയ രീതിയിലുള്ള പ്രോജക്റ്റ് ചെയ്യുന്ന ഡിസൈനേഴ്സിന് ഈ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കാതെ തന്നെ അവർക്ക് തോന്നിയ രീതിയിൽ ചെയ്യുന്ന ഒരു ടെൻഡൻസി കണ്ടുവരുന്നുണ്ട്. അതൊരു വലിയ കമ്പനിയിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ, ഒരു വലിയ ഇൻ്റർനാഷണൽ ബ്രാൻഡിന് വേണ്ടി ഡിസൈൻ ചെയ്യുമ്പോഴാണ് ഈ ഒരു ബ്രാൻഡിങ്ങിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് വളരെയേറെ ആവശ്യമായി വരുന്നത്. ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ സ്വന്തമായിട്ട് മാത്രം ചെയ്യുന്നവരുടെ പ്രത്യേകത, ഇത് കണ്ട് പഠിച്ചാൽ പോലും അവരെന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ളത് നമുക്ക് തന്നിരുന്നാൽ പോലും അറിയാതെ നമ്മുടെ സ്റ്റൈലിൽ ചില എലമെൻറ്റ്സുകൾ എടുത്ത് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു തെറ്റ് ഒരുപാട് ഡിസൈനേഴ്സ് ചെയ്തു വരുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു ബ്രാൻഡിനെ മണിക്കൂറോളം എടുത്ത് തന്നെ നമ്മൾ കണ്ടും കേട്ടും പഠിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതും ആയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം അവർ തന്നിരിക്കും. അതിലുപയോഗിക്കുന്ന ഫോട്ടോഗ്രാഫ്സുകളായിരുന്നാൽ പോലും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വിഷ്വൽ എലമെൻസുകൾ, ഫോട്ടോഗ്രാഫ്സിൽ എന്ത് ടൈപ്പ് ഫോട്ടോസുകൾ ഉപയോഗിക്കാവൂ, എന്ത് ടൈപ്പ് ഫോട്ടോസ് ഉപയോഗിച്ചുകൂടാ, ഇതെല്ലാം തന്നെ വളരെ 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 ക്ലിയർ ആയിട്ട് തന്നിരിക്കും. അതിൻ്റെ ഇല്ലുസ്ട്രേഷൻസ് ഉണ്ടെങ്കിൽ ഇല്ലുസ്ട്രേഷൻസിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണ്, ഇല്ലുസ്ട്രേഷൻ എന്ത് രീതിയിലാണ് യൂസ് ചെയ്തേണ്ടത്, ഏത് കളർ ടോണിലാണ് ഇല്ലുസ്ട്രേഷൻസ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ ഐക്കൺസ് ഉണ്ടെങ്കിൽ എന്ത് ടൈപ്പ് ഐക്കൺസ് ആണ് ഉപയോഗിക്കുന്നത്, അത് ലൈൻ ഐക്കൺ ആണോ ഫിൽഡ് ഐക്കൺ ആണോ, അത് ഏതൊക്കെ സാഹചര്യങ്ങളാണ് ലൈൻ ഐക്കൺസും മറ്റും ഉപയോഗിക്കുന്നത്, ഏത് സാഹചര്യങ്ങളിൽ ഉപയോഗിച്ചുകൂടാ, ഇതിനെല്ലാത്തിനും വ്യക്തമായിട്ടുള്ള കണക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓരോ കാര്യങ്ങളിലും ഓരോ ഡിസൈൻ എലമെൻറ്റിലും അത് യൂസ് ചെയ്യേണ്ടുന്ന രീതിയിലുള്ള പിക്സൽ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അവർ കൃത്യമായി നമുക്ക് തന്നിരിക്കുന്നു. അതിൻ്റെ യൂസേജുകൾ നമ്മൾ കണ്ട് മനസ്സിലാക്കി ആ ഒരു സ്റ്റൈലിനെ നമ്മളിലേക്ക് ആദ്യം തന്നെ ആർജിച്ചെടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആ ബ്രാൻഡിൻ്റെ അനിമേഷൻ സ്റ്റൈലുകൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനിമേഷൻ ചെയ്യുമ്പോഴും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അനിമേറ്റ് ചെയ്യാനുള്ള റൈറ്റ് നമുക്കില്ല. അതിന് വ്യക്തമായൊരു അനിമേഷൻ സ്റ്റൈലിംഗ്, ആ ഒരു ഈസിങ് സ്റ്റൈൽ തന്നെ അവർക്കുണ്ട്. ആ ഒരു ട്രാൻസിഷൻ ടൈമിംഗ് തന്നെ അവർക്കുണ്ട്. അത് ഓരോന്നിനും വ്യത്യസ്തമായിരിക്കും. അത് വെബ് പർപ്പസിൽ, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ പർപ്പസിലൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അത് ഓരോന്നും തന്നെ അവരുടെ ഒരു സ്റ്റൈലുകൾ നമുക്ക് അനിമേഷൻ സ്റ്റൈലുകളും കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യം പഠിച്ചുകൊണ്ട് ആ ബ്രാൻഡിനെ പഠിച്ചുകൊണ്ട് ആ ബ്രാൻഡ് നമ്മളിലേക്ക് ആർജിച്ചെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന ബ്രാൻഡിങ് ഡിസൈനേഴ്സാണ് നമ്മൾ ഓരോ ഡിസൈനേഴ്സും ആയി മാറേണ്ടുന്നത്. കാരണം നമുക്കൊരു ഹൈ ലെവൽ മാർക്കറ്റിൽ, ഒരു ഹൈ ലെവൽ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകുമ്പോൾ ഒരിക്കലും നമുക്ക് തോന്നിയ പോലുള്ള ഫോട്ടോസുകളോ, നമുക്ക് തോന്നിയ പോലുള്ള കളേഴ്സുകളോ, തോന്നിയ പോലുള്ള ടൈപ്പ് ഫോണ്ടുകളോ ഒന്നും ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല. ഓരോന്നും കൃത്യമായ ബ്രാൻഡിനെ പഠിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഒരു ഹൈ ലെവൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഹൈ ലെവൽ ഇൻ്റർനാഷണൽ ലെവലിൽ നിങ്ങൾ പോകുമ്പോൾ, ഡിസൈൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു ലിങ്കിൽ തന്നെ നിങ്ങൾക്ക് വന്ന് ജസ്റ്റ് ഈ ഓഡിയോയുടെ ഈ ഒരു മൊത്തത്തിലുള്ള ഇവരുടെ ബ്രാൻഡിങ് ഗൈഡ് ലൈൻസ് ഒന്ന് കണ്ട് അത് മനസ്സിലാക്കി വായിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇൻഡെപ്തിലാണ് ഇവർ ഓരോ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അതുപോലെ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ ഗൈഡ്സുകൾ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, യൂസർ ഇൻ്റർഫേസ് എടുത്താൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, യുടെ ഇൻട്രൊഡക്ഷൻ എന്താണ് അവർ പ്രത്യേകം കൊടുത്തിരിക്കുന്നത്, UX പാരഡൈംസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെസ്പോൺസീവ് ആയിട്ടുള്ള UI എന്തൊക്കെ ശ്രദ്ധിക്കണം, അവൻ്റെ ഓരോ തീംസുകൾ നമ്മൾ എങ്ങനെ ചെയ്യണം, ഒരു ഫോം ചെയ്താൽ എങ്ങനെ ചെയ്യണം, അങ്ങനെ ഡിസൈനുമായിപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ കമ്പനിയിൽ നിന്ന്, ഒരു ഹൈ ലെവൽ കമ്പനിയിൽ നിന്ന് നമുക്ക് അവരുടെ ലിങ്കിലൂടെ പഠിക്കാൻ പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും അത്തരത്തിലുള്ള ഒരു ടോപ്പ് ചിന്താഗതിയിലേക്ക് മാറുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ യൂസർ ഇൻ്റർഫേസുമായിട്ടുള്ള ഇത്തരത്തിലുള്ള എല്ലാ ഡിസൈൻ കോമ്പണൻസുകളും, അതിലുപയോഗിച്ചിരിക്കുന്ന ഓരോ ഡിസൈൻ കോമ്പണൻസുകൾ, ബട്ടൺസുകൾ, അതിനുപയോഗിച്ചിരിക്കുന്ന കാർഡ്സുകൾ, അതിനുപയോഗിച്ചിരിക്കുന്ന ഡ്രാഗ് ആൻഡ് ഡ്രോപ്പോ ഇൻപുട്ടോ ലോഡറോ എന്ന് വേണ്ട എല്ലാ ഡിസൈൻ കോമ്പണൻസുകൾ വരെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അതിൽ ഓരോ ഡിസൈൻ കോമ്പണൻസും നിങ്ങൾക്ക് വന്ന് നോക്കാൻ കഴിയണം, അതിൻ്റെ സ്റ്റൈൽ മനസ്സിലാക്കാൻ കഴിയണം. ആ ഒരു സ്റ്റൈല് മാത്രമേ അവർക്ക് വേണ്ടി നിങ്ങൾ ഇടാൻ ശ്രമിക്കാവൂ. ഒരു കുത്തുപോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനയിൽ എക്സ്ട്രാ ഇടാനുള്ള റൈറ്റ് ഇല്ല എന്നുള്ളൊരു വലിയ പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ലോക്കൽ ലെവലിൽ, ലോക്കൽ മാർക്കറ്റിൽ മാത്രം ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരും എല്ലാം തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രോജക്റ്റുകൾ നിങ്ങളുടെ കമ്പനിക്ക് ആസ്പദമാക്കി നടന്നോട്ടെ. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ബിഗ് തോട്ട്, അതായത് ഒരു വലിയ കമ്പനിക്ക് ഡിസൈൻ ചെയ്യുന്നൊരു തോട്ട് പ്രോസസ്സ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ടേയിരിക്കണം. കാരണം നിങ്ങൾ നിൽക്കുന്ന ഒരു ചെറുകിട കമ്പനിയിൽ മാത്രം ഡിസൈൻ ചെയ്ത് ഒരു ചെറിയ ഇൻകത്തിൽ അല്ലെങ്കിൽ ചെറിയ വരുമാനത്തിൽ തീർക്കാനുള്ള ഒരു ഇൻഡസ്ട്രി അല്ല നമ്മുടെ ഡിസൈൻ ഇൻഡസ്ട്രി എന്ന് പഠിക്കാനും കൂടി ഇതുപോലുള്ളൊരു വലിയ ഒരു ബ്രാൻഡിങ്ങിലൂടെ ഞാൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ എലമെൻസുകളും അവർ തന്നിരിക്കുന്ന ബ്രാൻഡിൻ്റെ ഒരു വാല്യൂ, ബ്രാൻഡിൻ്റെ ഒരു പ്രത്യേകത കേട്ട് പഠിക്കുക, മനസ്സിലാക്കുക. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു ബ്രാൻഡ് കൂടെ പരിചയപ്പെടുത്തുന്നു. തൽക്കാലം വാൾമാർട്ടിലേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ആക്സസിബിലിറ്റി, കംഫർട്ടൻസ് ഗൈഡ് കൊടുത്തിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡ് ഗൈഡ് ലൈൻസിൻ്റെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്രിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് വന്നുകൊണ്ട് ഓരോന്നും ക്ലിക്ക് ചെയ്ത് നോക്കാം. അതിൽ നമുക്കിപ്പം തൽക്കാലം ക്രിയേറ്റീവ് മാർക്കറ്റിംഗ് ബ്രാൻഡ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ക്രിയേറ്റീവ് ബ്രാൻഡിംഗ് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ബ്രാൻഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട്, അവരുടെ മിഷൻ എന്താണ്, അവരുടെ
ഓരോ കാര്യങ്ങളും മിഷൻ മാത്രമല്ല, അവർ കമ്പനി എന്താണ് എന്നാണ് നമ്മുടെ ആ ഒരു ബ്രാൻഡിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ഒരു ബ്രാൻഡിലൂടെ നമ്മൾ ആദ്യം ഇതെല്ലാം വായിച്ച് കമ്പനിയുടെ മിഷൻ ആൻഡ് വിഷൻ മനസ്സിലാക്കി കമ്പനിയുടെ ഒരു ഡെപ്ത്ത് നമ്മുടെ മനസ്സിലേക്ക് ആർജിച്ചെടുക്കാനാണ് ഇത് വളരെ പ്രധാനമായിട്ടും സഹായിക്കുന്നത്. അതിനുശേഷം നമ്മൾ തീർച്ചയായിട്ടും ബ്രാൻഡിങ് എലമെൻറ്റ്സ് ആയിട്ടുള്ള കളേഴ്സ്, ലോഗോസ്, ഫോട്ടോഗ്രാഫ്സ്, അതിൻ്റെ ഫിലിംസ് ആയിരുന്നാലും ഇല്ലുസ്ട്രേഷൻസ് ആയിരുന്നാലും അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിനോടൊപ്പം നമ്മൾ മറ്റുള്ള ഡിസൈൻ എലമെൻറ്റ്സുകളും പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും ഈ 2 ബ്രാൻഡിങ് ഗൈഡ്ലൈൻസ് ലിങ്കുകൾ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫേമസ് ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ബ്രാൻഡ് ഗൈഡ്ലൈൻസ് ഇന്ന് അവൈലബിൾ ആണ്, ഡിസൈൻ സിസ്റ്റം അവൈലബിൾ ആണ്. ഇതെല്ലാം എടുക്കുക. അതിനുശേഷം ജസ്റ്റ് കളറും ജസ്റ്റ് ഫോട്ടോഗ്രാഫിയോ ജസ്റ്റ് ടൈപ്പ് ഫേസും മാത്രം നോക്കാതെ ആ കമ്പനിയുടെ ബ്രാൻഡ് എന്താണെന്ന് ആദ്യം തന്നെ വായിച്ച് മനസ്സിലാക്കാൻ പഠിക്കുക. ആ ബ്രാൻഡ് എന്താണ്, ആ ബ്രാൻഡിൻ്റെ വാല്യൂ എന്താണെന്ന് തന്നെ ആദ്യം വായിച്ച് പഠിക്കുക. അതിനുശേഷം അത്തരത്തിൽ ഡീപ്പായിട്ട് അതിലേക്ക് ഇറങ്ങിച്ചെന്ന് അത്തരത്തിലുള്ള ഓരോ ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആ ഒരു ബ്രാൻഡിന് വേണ്ടി പർട്ടിക്കുലർലി ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. ഒരു വലിയ ബിഗ് ഷോട്ട് കമ്പനിയിലേക്ക് പോകാൻ വേണ്ടി നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തോളുക. ബിഗ് ഷോട്ട് ക്ലയൻറ്റുകൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തോളുക. അപ്പോൾ ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡിസൈനിലേക്ക് ഇത്തരത്തിലൊരു ക്വാളിറ്റി വരും. ഇത്തരം ഡിസൈൻ ക്വാളിറ്റികൾ നിങ്ങളെ വലിയ വലിയ കമ്പനികളിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവട്ടെ. ഒരുപാട് പേരുടെ ഡിസൈൻ ചിന്താഗതി മാറട്ടെ. ഒരുപാട് ഡിസൈൻ ചിന്താഗതികൾ മാറ്റിയെടുത്തുകൊണ്ട് ഒരുപാട് ഡിസൈനേഴ്സ്, പ്രത്യേകിച്ചും കേരളത്തിലുള്ള ഒരുപാട് ഡിസൈനേഴ്സിന് ഒരു വൻകിട കമ്പനികളിലെത്തി വലിയ പേയ്മെൻറ്റിൽ വലിയ സാലറിയിൽ ജോലി ചെയ്ത് നല്ലൊരു കരിയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഓക്കെ ഡിസൈനേഴ്സ്, ഇത് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.